മുറിയാത്ത സഖാക്കളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ലതീഷ, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ എപ്രകാരമാണ്? ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ, സ്ഥല എംഎൽഎയും CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ കാനത്തിൽ ജമീല എന്നിവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. CPIM-ന്റെ ജില്ലയിലെ മറ്റു നേതാക്കളും അതേപോലെ തന്നെ സച്ചിദാനന്ദന്റെ കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കൊയിലാണ്ടി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ആശുപത്രിയിൽ എത്തിയ ആളുകൾ, കുറച്ച് CPIM-ന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ കണ്ടു കഴിഞ്ഞാൽ മൃതദേഹം ആംബുലൻസിൽ കയറ്റും. ഇവിടെ നിന്നും വൈകാതെ തന്നെ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും വഴിയിൽ, അതായത് CPIM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ എത്തുന്ന സ്ഥലങ്ങളിൽ റോഡിന് ഇരുവശത്തും ആളുകൾക്ക് മൃതദേഹം കാണാനുള്ള ക്രമീകരണം, ആംബുലൻസിൽ നിന്ന് ഇറക്കാതെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. 3 മണിയോടുകൂടി കൊയിലാണ്ടി ടൗൺ ഹാൾ പരിസരത്തെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലായിരിക്കും പൊതുദർശനം നടക്കുക. 5 മണിവരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ 7 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആ നിലയിലാണ് ഇപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇൻക്വസ്റ്റ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 6 മുറിവുകൾ ശരീരത്തിൽ ഉണ്ട്. അതിൽ 5 മുറിവ് ആഴത്തിലുള്ള മുറിവാണ്. കഴുത്തിൽ 2 ആഴത്തിലുള്ള മുറിവുണ്ട്. നെഞ്ഞിലും ആഴത്തിലുള്ള മുറിവുണ്ട്. രക്തം വാർന്നു മരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ആ നിലയിൽ മരണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അഭിലാഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിലാഷ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റും മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും ഇനി പോലീസിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉച്ചവരെ കൊയിലാണ്ടി CI മെൽബിൻ ജോസ് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടേക്ക് മടങ്ങിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അഭിലാഷിൽ നിന്ന് ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇനി കണ്ടെടുക്കേണ്ടതുണ്ട്. പോലീസിന്റെ അഭിലാഷ് നൽകിയ മൊഴി പ്രകാരം ആയുധം സ്റ്റേഷനിലേക്ക് വരുന്ന വഴി ഉപേക്ഷിച്ചു എന്നാണ് അഭിലാഷ് പറഞ്ഞത്. എന്തായാലും മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടാണ് കൊല നടത്തിയത് പോലീസ് നൽകുന്ന വിവരം. ആ നിലയിലാണ് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്.